നമ്മള് കൊമ്പുച്ചയുടെ പൈനാപ്പിൾ ഫ്ലേവർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എടുക്കുന്ന നമ്മുടെ സ്ഥിരം കുപ്പി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫെർമെന്റേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ കൊമ്പൂച്ച എടുത്തിട്ടുണ്ട്. നമ്മളുടെ ചോർപ്പ് ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യം യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചിനകത്ത് കിടന്നോട്ടെ. ബാക്കി നമുക്ക് വേറൊരു ഭരണിയിലും കൂടെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ മിക്സ് ചെയ്യാം. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും സെറ്റ് ആകും. ഉണ്ടോ? ഇത്രയും നമ്മൾ സ്കോബി മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ പൈനാപ്പിൾ ജ്യൂസ് കടയിൽ നിന്ന് മേടിച്ചാണ്. സോ ആസ് യൂഷ്വൽ നമ്മളെല്ലാം അങ്ങനെ ചെയ്യുന്നത്. അപ്പം കടയിൽ നിന്ന് മേടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പൈനാപ്പിൾ ജ്യൂസ് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ഗൈസ്. നമ്മൾ ഏകദേശം ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ശരി, ഇത് നമുക്കൊരു 3-4 ദിവസത്തേക്ക് നമുക്ക് ഫെർമെന്റേഷൻ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് ബാക്കിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ 2-3 ദിവസമായി ഇത് ഫെർമെന്റേഷൻ ചെയ്യാൻ വെച്ചിട്ട്. ഇത് നമ്മളുടെ പൈനാപ്പിൾ കൊമ്പൂച്ചയാണ്. 2-3 ദിവസമായി ഫെർമെന്റേഷൻ ചെയ്യാൻ വെച്ചിട്ട് ഇത് കുറച്ച് നേരമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും പൊട്ടിക്കുക. ഇതിപ്പോൾ തന്നെ ഇവിടെ നല്ല ഫിസ് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഫിസ്സൊക്കെ വരുന്നുണ്ട്, പൊങ്ങി വരുന്നതെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ എന്താണല്ലോ നമുക്ക് ഇത് തുറക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും തുറക്കാം. എന്താ സംഭവിക്കുമെന്ന് അറിയില്ല. എന്തായാലും പാത്രം തെറ്റിക്കാൻ തെറിച്ചെങ്ങാനും പോയി കഴിഞ്ഞാൽ അയ്യോ 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 ഗൈസ്, അടുക്കള വൃത്തികളായി ഗൈസ്. ഇന്ന് തൂത്തുവാരേണ്ടി വരും. മൊത്തം കൊമ്പൂച്ച തീർന്നു ഗൈസ്. എന്തു ചെയ്യുവിനി? ഇപ്പൊ എവിടുന്ന് കുടിക്കും ഇത്? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പൊങ്ങത്തില്ലെന്ന് ഞാനും വിചാരിച്ചു ഗൈസ്. പക്ഷെ ഇത് പൊങ്ങി ഗൈസ്. സാധനം തീർന്നു ഗൈസ്. നോക്കൂ, എനിക്കിപ്പോ ഫിസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയണ്ടല്ലോ. അടിപൊളി സാധനം. ഭയങ്കര ഫിസും ഭയങ്കര അടിപൊളി ഒരു നാച്ചുറൽ സോഡ. അപ്പം ഉറപ്പായിട്ടും നിങ്ങളും ഈ സാധനം ട്രൈ ചെയ്യണം ഗൈസ്. ബൈ.